ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ 2026 വർഷം ഉണ്ടല്ലോ, ലോകത്തിന് തന്നെ പ്രത്യേകതയുള്ളൊരു വർഷമാണെന്നാണ് ബിയോൺ എന്ന് പറഞ്ഞ ഒരു ഫേമസ് ന്യൂസ് കമ്പനി പറഞ്ഞത്. ഇതിൽ ബാബ വങ്കയുടെ കുറച്ച് പ്രവചനങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ പ്രവചനങ്ങൾ നോക്കിയാലോ. അപ്പോൾ അതായത് ഒന്നാമത്തത് നമ്മൾ ജോലികളൊക്കെ മെഷീനുകളായിരിക്കും ജോലി ചെയ്യുക. നമ്മൾ പറയണതൊക്കെ യന്ത്രങ്ങൾ ചെയ്യുന്നു. അതായത് ഉദാഹരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഈ 2025 തന്നെ ഇപ്പോൾ കണ്ടു ChatGPT ഒരു കടന്നു വരവ്, AI സിസ്റ്റംസും കാര്യങ്ങളൊക്കെ അങ്ങനെ. അപ്പോൾ രണ്ടാമത്തെ എന്താ വെച്ചാൽ യൂറോപ്പിൽ വലിയൊരു യുദ്ധം നടക്കും. അതിൽ ജനസംഖ്യ കുറയും എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒക്കെ നമ്മൾ ഓരോ പ്രവചനങ്ങളിപ്പോൾ നോസ്ട്രഡാമസ്, അത് ബാബ വങ്ക, ഇവരുടെ പ്രവചനങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളത്. വിശ്വാസങ്ങളാണ്. അപ്പോൾ മൂന്നാമത്തെ എന്താ വെച്ചാൽ മൂന്നാം ലോക മഹായുദ്ധം അത് തുടങ്ങുമെന്ന് പറഞ്ഞ്. അപ്പോൾ യൂറോപ്പിൽ ആൾറെഡി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ തുടങ്ങുന്നത് ഏഷ്യയിൽ നിന്നാണ് തുടങ്ങുക. മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങുക ഏഷ്യയിൽ നിന്നാണെന്നാണ് ബാബ വങ്ക പ്രവചിച്ചിട്ടുള്ളത്. 4, ലോകത്തെ തന്നെ എന്താ പറയുക, ലോകത്തെ തന്നെ ഒറ്റൊരാൾ ഭരിക്കും. ആട്ടി ഭരിക്കുക എന്നൊക്കെ പറയില്ല, അതേപോലെ ലോകത്തെ ഭരിക്കുന്ന ഒരാളുണ്ടാകും. അതൊക്കെയാണ് 4ാമത്തെ പ്രവചനം ബാബ വങ്ക പ്രവചിച്ചിട്ടുള്ളത്. 5, മനുഷ്യൻ്റെ ആയുസ് 100 മുതൽ 150 വരെ പോകുമെന്നാണ് അദ്ദേഹം പ്രവചിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഈ കൊറിയൻ്റെ മറ്റേ കിം ജോങ് ഒക്കെ ഉണ്ടല്ലോ, ഏതൊക്കെ ഒരു 3 രാജ്യക്കാർ തമ്മിൽ ചർച്ചയൊക്കെ നടത്തിയിരുന്നു, ഇങ്ങനെ 100 വയസ്സ് വരെ 150 വയസ്സ് വരെ ജീവിക്കാം. അപ്പോൾ ഏതായാലും നോക്കാം നമുക്ക്. അതായത് 6ാമത്തെ അടുത്തത് ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം കണ്ടുപിടിച്ചു, റഷ്യ ക്യാൻസറിന് മരുന്നൊക്കെ കണ്ടുപിടിച്ചു എന്നുള്ള ന്യൂസുകളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ 6ാമത്തെ അതാണ് പ്രവചിച്ചിട്ടുള്ളത്, ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിക്കും. 7, ഐസ് മലകളൊക്കെ ഉരുകി കടലിലേക്ക് ലയിക്കും. അതായത് ഇപ്പോൾ നമ്മൾ താപനില അധികരിക്കും, ഉദാഹരണത്തിന് സൂര്യൻ്റെ താപനില അധികരിക്കും, അതിന് ഐസ്മലൊക്കെ ഉരുകി കടലിൽ പതിഞ്ഞ് സുനാമി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് പ്രവചിച്ചിട്ടുള്ളത്. അടുത്തത് മനുഷ്യർ മാഴ്സിലേക്കും വീനസിലേക്കൊക്കെ യാത്ര ചെയ്യുമെന്നുള്ളതാണ് അടുത്ത പ്രവചനം. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഓരോ ഗ്രഹത്തിലേക്ക് യാത്ര ചെയ്യുന്നത്, ഇനി അത് അധികരിക്കും അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഓരോ പ്രവചനം നമുക്ക് ഓരോ വിശ്വാസങ്ങളാണല്ലോ. അപ്പോൾ ഓരോരുത്തർ ആൾക്കാരും ഓരോ പ്രവചനങ്ങൾ നടത്തും. അത് നമ്മൾ ചിലവർ വിശ്വസിക്കാണ്ടിരിക്കും. അപ്പോൾ എന്തായാലും പ്രവചനങ്ങൾ പുലരുക എന്താണെന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ.